തെളിവ് കയ്യിലുണ്ടോ? തെളിവ് ഉണ്ടെങ്കിൽ ദാ പിടിച്ച് 1 പവൻ സ്വർണം. ഇനിയിപ്പോൾ സ്വർണം മാത്രമല്ല സമ്മാനം. ആഹാരപ്രിയരാണെങ്കിൽ നിങ്ങൾക്ക് കുഴിമന്തിയും സമ്മാനമായി നൽകാം. അത് പക്ഷേ തെളിവുണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ ഈ സമ്മാനം നൽകാൻ സാധിക്കത്തുള്ളൂ. അതായത് യൂത്ത് കോൺഗ്രസിന്റെ വകയാണ് 1 പവൻ സ്വർണം. KSU ആകട്ടെ മന്തി ചലഞ്ചും പ്രഖ്യാപിച്ചു. ഇതോടുകൂടി ഇപ്പോൾ CPM ആകട്ടെ കൂടുതൽ വെട്ടിലായിരിക്കുകയാണ്. കഴിച്ചിട്ടൊട്ട് ഇറക്കാനും വയ്യ, മതിരിച്ചിട്ടൊട്ട് തുപ്പാനും വയ്യാത്തൊരവസ്ഥ പോലെയായി ഇപ്പോഴത്തെ കാര്യങ്ങൾ. പറഞ്ഞു വരുന്നത് എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. കഴിഞ്ഞ ദിവസം കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് KSU പ്രവർത്തകർ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ ആക്രമിച്ചു എന്ന വാർത്ത പുറത്തു വന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ വലിയ രീതിയിലുള്ള ചർച്ചകളും വിവാദങ്ങളും അവിടെ തിരികൊളുത്തിയതുപോലെ ആളിക്കത്തുകയാണ്. അതായത് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ ഒരു രീതിയിലുള്ള വീഡിയോ തെളിവ് അത് ഹാജരാക്കണമെന്നും അല്ലെങ്കിൽ ഇതിൻ്റെ യഥാർത്ഥ ദൃശ്യങ്ങൾ പുറത്തു വരണമെന്നും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം നടക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് മുൻപേ ചില വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നെങ്കിൽ പോലും അതിൽ മന്ത്രിയെ ഈ KSU പ്രവർത്തകർ ആക്രമിക്കുന്ന തരത്തിലുള്ള വീഡിയോകൾ ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. അതായത് ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ എങ്ങും തന്നെ അവർക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ മന്ത്രിക്ക് സാരമായി തന്നെ പരിക്കേൽക്കുകയും ICUവിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു എന്ന വാർത്തയും കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. ഇതോടെയാണ് കഥയും തിരക്കഥയും മാറിയത്. വീഡിയോ ദൃശ്യങ്ങൾ എടുത്ത് അത് അവിടെ കാണിക്കുന്നതിൽ ഒരിടത്ത് പോലും മന്ത്രി ആക്രമിക്കപ്പെട്ടതായി തന്നെ കാണാൻ സാധിക്കുന്നില്ല. ഇതിൽ മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്ന എസ്കോർട്ട് വന്ന പോലീസും മറ്റ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഈ KSU പ്രവർത്തകരെ തടഞ്ഞു മാറ്റുന്നതും മന്ത്രി പിന്നീട് നടന്നു പോകുന്നതും ക്യാമറയ്ക്ക് മുന്നിൽ ആക്രോശിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ അവിടെ സംസാരിക്കുന്നതും ഈ ഒരു പുറത്തു വന്ന ദൃശ്യത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തു തന്നെയായാലും സ്കൂൾ കോളേജ് തലത്തിൽ പോലും കലോത്സവ വേദികളിൽ നിറഞ്ഞാടിയ മന്ത്രിയാകട്ടെ, അതായത് മോണോ ആക്ടിൽ പോലും 1ാം സ്ഥാനം കരസ്ഥമാക്കിയ മന്ത്രിക്ക് അഭിനയിക്കാൻ നല്ല വശമുണ്ട് എന്ന് മാത്രമല്ല ഇത് വെറും പൊറാട്ട് നാടകമാണ് എന്നതായിരുന്നു കോൺഗ്രസ് അതായത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇതിനോടായി തന്നെ ആരോപിച്ചത്. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നടന്ന ഒരു ഗർഭാശയ, അതായത് ഇതിന് വർഷങ്ങൾക്ക് ഏകദേശം 5 വർഷം മുൻപേ നടന്ന ഒരു ശസ്ത്രക്രിയയാണ്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു യുവതിയാകട്ടെ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി പോകുകയും എന്നാൽ അവരുടെ വയറ്റിൽ ഒരു കത്രിക കുടുങ്ങിയ സംഭവം, ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഈ ഒരു പ്രതിഷേധം മന്ത്രി വീണ ജോർജിനെതിരെ വലിയ രീതിയിൽ ജില്ലാ തലത്തിൽ പല ജില്ലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ പ്രതിഷേധം ശക്തമായി തന്നെ നടക്കുന്നത്. ഇതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും ഇത്തരത്തിൽ KSU പ്രവർത്തകർ മന്ത്രിയെ തടഞ്ഞു നിർത്തിയതും അല്ലെങ്കിൽ ആക്രമണം നടന്നു എന്ന തരത്തിലേക്ക് വാർത്തകൾ പ്രചരിക്കുന്നത്. ആയതിനാൽ തന്നെ ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുണ്ടോ എന്നതാണ് വ്യക്തമാകാത്തത്. മാത്രമല്ല CPM ആകട്ടെ മന്ത്രിയെ ആക്രമിക്കുന്നു അല്ലെങ്കിൽ അത്തരത്തിലുള്ള തെളിവ് ആ വീഡിയോ ഹാജരാക്കാൻ സാധിക്കാത്തത് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് വലിയൊരു വീണ് കിട്ടിയ ഒരു കച്ചിത്തുരുമ്പ്, ഇതിനെ ആയുധമാക്കുകയാണ് ഇവർ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മറവിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ രസകരമായ രീതിയിലുള്ള ചലഞ്ചുകളും സമ്മാനം വിതരണം ചെയ്യും അല്ലെങ്കിൽ 1 പവൻ സമ്മാനം 1 പവൻ സ്വർണം സമ്മാനമായി നൽകുമെന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരുന്നത്. എന്നാൽ മന്ത്രിയെ ആക്രമിച്ചിട്ടില്ല എന്ന് മാത്രമല്ല സമീപത്ത് പോലും എത്തിയിട്ടില്ല എന്നതാണ് KSUവും യൂത്ത് കോൺഗ്രസും വ്യക്തമാക്കുന്നത്. സ്പീക്കർ AN ഷംസീറിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായി ഉണ്ടാക്കിയ തിരക്കഥയാണ് ഇതെന്നും മന്ത്രിയുടേത് നാടകമാണ് എന്നും കഴുത്തുളുക്കിയതിന് ICUവിൽ ചികിത്സിക്കേണ്ട സാഹചര്യം അവിടെ ഇല്ല എന്നത് തന്നെയാണ് KSU നേതാക്കൾ പറയുന്നത്. അതേസമയം ആരോഗ്യമന്ത്രി വീണ ജോർജിനെ ആക്രമിച്ചെന്ന വ്യാജ പ്രചരണം നടത്തിയെന്നാരോപിച്ച് സ്പീക്കർ AN ഷംസീറിനെതിരെ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഗൂഢാലോചന അന്വേഷണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ആണ് പരാതി നൽകിയത്. AN ഷംസീറിന്റെ ഫോൺ പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ബിനു ചുള്ളയിലാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. ഇതുവരെ പുറത്തു വന്ന ദൃശ്യങ്ങളിൽ വീണ ജോർജിനെ KSU പ്രവർത്തകർ ആക്രമിക്കുന്നതായി തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നതും വാസ്തവമാണ്. സംഭവം റെയിൽവേ പ്ലാറ്റ്ഫോമിൽ നടന്നതിനാൽ തന്നെ റെയിൽവേ പോലീസിനാണ് കേസ് അന്വേഷണ ചുമതലയുള്ളത്. റെയിൽവേ പോലീസ് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചെങ്കിൽ പോലും ആക്രമിക്കുന്നതിനായി തന്നെ കണ്ടെത്താൻ അല്ലെങ്കിൽ ഇത്തരമൊരു ആക്രമണം നടത്തിയതായി തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നതാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. മറ്റു വീഡിയോ ദൃശ്യങ്ങളും ആക്രമിക്കുന്നതായി തന്നെ കണ്ടെത്താൻ സാധിക്കുന്നില്ല. അതേസമയം മന്ത്രിയുടെ അടുത്ത് തന്നെ കറുത്ത തുണിയുമായി എത്തിയെന്ന രീതിയിൽ ഒരു വീഡിയോ ദൃശ്യം പ്രചരിച്ചിരുന്നു. എന്നാൽ ഇതാകട്ടെ കരിനീല വസ്ത്രം ധരിച്ച മന്ത്രിയുടെ ഗൺമാനാണ് എന്ന് പിന്നീട് തെളിയുകയും ചെയ്തിരിക്കുകയാണ്.
ഇതിനെല്ലാം ഒടുവിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു രസകരമായ സംഭവ വികാസം അല്ലെങ്കിൽ ഇത്തരത്തിലെ ചലഞ്ചുകളും സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്നതായുള്ള പ്രഖ്യാപനങ്ങളുമൊക്കെ പുറത്തു വന്നിരിക്കുന്നത്. ഇതോടുകൂടി ഇപ്പോൾ പൊതുജനങ്ങളും കൂടുതൽ ആവേശഭരിതരായി തന്നെ ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തി വരികയാണ് എന്ന ഒരു രീതിയിലേക്കുള്ള സൂചനകളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.